ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് വളരെ ചെറിയൊരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പാകെ വരുവാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ വേർപാട് ഉപദേശം എന്ന വിഷയം നിങ്ങളോട് സംസാരിക്കാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്, ഒരു വിശുദ്ധി എന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടുകൂടെ സന്ദേശം പകരുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധി. വിശുദ്ധി എന്ന വിഷയം മാറ്റിയിട്ട് വേദപുസ്തകത്തിൽ വേറൊന്നും പറയാനില്ല. കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാകിയാൽ നമ്മൾ വിശുദ്ധരായി തീരണമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെയും കാതലായ കാര്യം. ഹല്ലേലൂയ. നോക്കുക, ഉൽപ്പത്തി എടുത്ത് നോക്കിയാലും, വെളിപ്പാട് എടുത്ത് നോക്കിയാലും, മത്തായി എടുത്ത് നോക്കിയാലും, മലാക്കി എടുത്ത് നോക്കിയാലും, സങ്കീർത്തനം എടുത്ത് നോക്കിയാലും, ജോബിന്റെ പുസ്തകം നോക്കിയാലും, ചരിത്രം നോക്കിയാൽ അതിനകത്തുള്ള ചരിത്രം നോക്കിയാലും, സാഹിത്യപരമായ നമ്മുടെ ഉത്തമഗീതം നോക്കിയാലും, എവിടെയും അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധി. കാരണം നമ്മുടെ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തി ഒരു വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ വാക്കുകളാണ് വിശുദ്ധ വേദപുസ്തകമെങ്കിൽ അതിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധി. ആ വിശുദ്ധിയിലേക്ക് അനുദിനം കേൾക്കുന്ന ദൈവവചനങ്ങളിൽ കൂടെ, ഉപദേശങ്ങളിൽ കൂടെ, നമുക്ക് ലഭിക്കുന്ന വിടുതലുകളിൽ കൂടെ പരിശുദ്ധാത്മാ ഓരോ ദിവസവും വിശുദ്ധന്മാരെ വീണ്ടും 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 വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിനകത്ത് അവസാനം ഇങ്ങനെ എഴുതി: അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടകട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, കർത്താവ് വേഗം വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ വിഷയമാണ് വിശുദ്ധി. ആ വിശുദ്ധിയെക്കുറിച്ചാണ് ഇന്ന് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവിന് വേണ്ടി ഒരുക്കപ്പെടുകയും ഒരുങ്ങുകയും ചെയ്യുന്ന ചിലർക്ക് ഈ സന്ദേശം പ്രയോജനകരമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സന്ദേശങ്ങൾ പറയുമ്പോൾ ചിലർക്ക് തോന്നും, യൂട്യൂബിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് ജനത്തെ ശ്രദ്ധ തിരിപ്പിക്കുന്നത്. ഒരിക്കലുമല്ല. ആ ഒരു ചിന്താഗതിയോടുകൂടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നെ ദൈവം പഠിപ്പിച്ചതും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതുമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. എങ്കിലും ഞാനെല്ലാം പൂർണ്ണനെന്നോ തികഞ്ഞവനെന്നോ എല്ലാമായെന്നോ അല്ല. ഞാനും ദൈവസന്നിധിയിൽ എങ്ങനെയെങ്കിലും നിത്യതയിൽ എത്തിച്ചേരുവാനുള്ള ഞാനും വ്യഗ്രതയിലാണ്. അതുകൊണ്ട് മാത്രമാണ് എന്നെ ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ സന്ദേശം നിങ്ങളോട് പകരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനകത്തുനിന്നുണ്ടാകരുത് എന്ന് പ്രത്യേക ഓർമ്മയും, പ്രത്യേകിച്ച് ഈ പറയുന്ന സന്ദേശങ്ങളിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിച്ചെന്ന് വരാം, ചിലപ്പോൾ തെറ്റുകൾ തിരുത്തിയെന്ന് വരാം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാതലായ കാര്യം. കാരണം പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ 3000 പേരുടെ ഉള്ളിനകത്ത് കുത്തുകൊണ്ടു. അവർ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ഒരു തിരുവചനം ഉള്ളിനകത്ത് കുത്തുകൊള്ളുന്നെങ്കിൽ അത് നല്ലതാണോ തീയതാണോ, അത് ശരിയാണോ തെറ്റാണോ, അത് ദൈവവചനത്തിനകത്ത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പരിശോധന ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായി തീരുമെന്ന് ഞാൻ ക്രിസ്തുവിൽ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിലായിരിക്കാം. ലേവിയ പുസ്തകത്തിൽ നിന്ന് തന്നെ ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 20-ാം അധ്യായം 7-ാം വാക്യം: ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. കണ്ടോ, ദൈവം പറയുന്ന, ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. എന്നിട്ട് വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്നതിൻ്റെ അർത്ഥം ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കൽ ഒരുവൻ വരണമെങ്കിൽ
എന്ത് ചെയ്യണം? വിശുദ്ധന്റെ അടുക്കൽ വരണമെങ്കിൽ അവനും വിശുദ്ധനായി തീരണം. ലേവ്യ പുസ്തകത്തിൽ പറയുന്നു. വീണ്ടും ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഞാൻ നിങ്ങളോട് വായിക്കുന്നു. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ മക്കളോട് പറയാൻ പറഞ്ഞ ഒരു ഭാഗമാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ വിശുദ്ധനായിരിക്കയാൽ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. വളരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനിടയായത്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വിശുദ്ധൻ. അത്ഭുതം ചെയ്യുന്നവൻ ശരിയാണ്, ലോകശാന്തിയൊക്കെ നടത്തുന്നത് ശരിയാണ്. പക്ഷേ മറ്റു ആരിലുമില്ലാത്ത ഒരു വ്യത്യസ്തത, യേശുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം തന്നെ വിശുദ്ധിയാണ്. ദൈവത്തിന്റെ എല്ലാ മേഖലകളും, ദൈവികമാകുന്ന എല്ലാ മേഖലകളും ദൈവത്തെ എടുത്തു നോക്കണം, ദൈവിക വിശുദ്ധി അവിടെ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, നീ ഇസ്രായേൽ മക്കളോട് സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ. എന്ന് വെച്ചാൽ സഭയോട് പറയുന്നത്, നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയല്ല ദൈവം, ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമല്ല ദൈവം. പിന്നെ എന്താണ്? നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ. അടുത്ത വാക്കാണ് ഏറ്റവും പ്രാധാന്യം. ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, ഭൂതശാന്തികൾ, അതുകൂടെ തന്നെ ഉപദേശങ്ങൾ, ഇതെല്ലാത്തിൻ്റെയും പിന്നിൽ ഒന്നാകാൻ വേണ്ടിയാണ്. ഏതാ? വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം. ഒരു മീറ്റിംഗ്, ഒരു കൺവെൻഷൻ നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ്. ഒരു ഉപവാസം നടക്കുന്ന എന്തിനാ? വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ്. നമ്മളൊരു മിനിസ്റ്റർ ചെയ്യുന്നത് എന്തിനാ? നമ്മളൊക്കെ വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ്. അതാണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് ദൈവവചനം സംസാരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് മാത്രമല്ല, ഞാനും വിശുദ്ധരായി തീരാൻ വേണ്ടി. അപ്പോൾ ദൈവം തരുന്ന ഓരോ ശുശ്രൂഷകളുടെയും പിന്നിൽ, അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എൻ്റെ ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടിയാണ് ദൈവം ഇന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അടുത്ത ഭാഗം നോക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ അത്രേ തുച്ഛീകരിക്കുന്നത്. കണ്ടോ? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താ? വിളി എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, ലോകസ്ഥാപനത്തിന് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ വിളിച്ചു. എവിടെന്നാ വിളിച്ചത്? അന്ധകാരത്തു നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ. അപ്പോൾ നമ്മൾ പണ്ട് പാപിയായിരുന്നു. പാപത്തിൽ നിന്നും ദൈവം നമ്മളെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം. നമ്മൾ വിശുദ്ധരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ദൈവം. നമ്മൾ അശുദ്ധരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച്. മനസ്സിലായില്ലേ? നമ്മൾ ഓരോ ദിവസങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും, ഓരോ വചനം കേൾക്കുമ്പോഴും നമ്മൾ വിശുദ്ധരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവം. എന്നാൽ നമ്മുടെ ഓരോ സെക്കൻഡുകളിലും നമ്മൾ അശുദ്ധിയിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് പിശാച്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വേദപുസ്തകം പറയുന്നത്, തെസ്സലോനിക്ക ലേഖനം 4:7 എന്നാണ് പറയുന്നത്, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ അതുകൊണ്ട് തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ അത്രേ തുച്ഛീകരിക്കുന്നു. എന്നതിൻ്റെ അർത്ഥം, നമ്മുടെ വിശുദ്ധീകരണം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ തുച്ഛീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വിശുദ്ധിയിലോട്ട് കയറുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മിൽ വളരെ പ്രിയം തോന്നുകയാണ്.
ദൈവത്തിന് നമ്മളോട് വളരെ ഇഷ്ടം തോന്നുകയാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ ഒരിക്കൽ മോശയോട് പറഞ്ഞത്, ഞാൻ 25 ലക്ഷം പേരെ ഞാൻ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിളിച്ച് വേർതിരിച്ച് ഞാൻ കൊണ്ടുവന്നു. പക്ഷേ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ, അവർക്കെല്ലാം ദൈവം കൊടുത്തു. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ആ ജനത്തിന്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, പരിശുദ്ധാത്മ പ്രാപിച്ച ദൈവ പൈതലേ, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ, എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുമോ അപ്പോൾ മുതൽ ദൈവം നമ്മെ വിട്ട് മാറിപ്പോകുന്നു എന്ന നഗ്നസത്യം നമ്മൾ മറക്കാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടും അവർക്ക് മന്ന നിന്നില്ല, അവരുടെ ഇറച്ചി നിന്നില്ല, അവർക്ക് മധുരജലം നിന്നില്ല. അവര് ദൈവം ഓരോ ദിവസവും നടത്തിക്കൊണ്ടുപോയി. പക്ഷേ പലരും ഇവിടെ എത്തിയില്ല, കനാൻ ദേശത്തെത്തിയില്ല. രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയുന്നു, സ്നാനപ്പെട്ടവരോട് പറയുന്നു, പരിശുദ്ധാത്മ പ്രാപിച്ചവരോട് പറയുന്നു, നിങ്ങൾ പറയുന്ന അന്യഭാഷ ചിലപ്പോൾ വിശുദ്ധി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ വിശുദ്ധി നഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അന്യഭാഷ നഷ്ടപ്പെട്ടെന്ന് വരില്ല, പ്രവചനം നഷ്ടപ്പെട്ടെന്ന് വരില്ല, രോഗശാന്തി നഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്കും കനാൻ ദേശത്തേക്ക് പോകുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം നിങ്ങൾ മറക്കരുത്. ദൈവം നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവദാസന്മാരെ, നമ്മുടെ വിശ്വാസികളെ നമ്മൾ അശുദ്ധന്മാരാക്കി തീർക്കാനല്ല ദൈവം നിങ്ങളെ കയ്യിൽ തന്നിരിക്കുന്നത്. നമ്മളിൽ ഏൽപ്പിച്ച വിശുദ്ധീകരണം അവരിലേക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ആ മാതൃകയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച് നമ്മുടെ സഭയുടെ ഇടയന്മാരാക്കി, പുരോഹിതന്മാരാക്കി ദൈവം എവിടെയായി വെച്ചിട്ടുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. കണ്ടോ, നമ്മൾ നേരത്തെ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവം നിങ്ങൾ അശുദ്ധിക്കല്ല വിശുദ്ധിക്ക് അത്രേ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, അവിടെ പറയുന്ന വാക്ക് എന്താണ്? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. അവിടെ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഞായറാഴ്ച 2 മണിക്കൂറല്ല, അല്ലെങ്കിൽ 2.5 മണിക്കൂറല്ല, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലല്ല, എല്ലാ നടപ്പിലും എല്ലാ സമയത്തും നമ്മൾ ആരായിരിക്കണം? വിശുദ്ധന്മാരായിരിക്കണം. ഹല്ലേലൂയ. എത്ര പത്രോസ് സ്ലീഹ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. നമ്മളെ ആരാ വിളിച്ചത്? വിശുദ്ധനായ ദൈവമാണ് വിളിച്ചത്, അശുദ്ധനായ ഒരാളല്ല വിളിച്ചത്. വിശുദ്ധനായ ദൈവം വിളിച്ചെങ്കിൽ അവനൊത്തവണ്ണം, ആ വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള ഒരു മകനെ പോലെ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. വീട്ടിനകത്തായിരുന്നാലും വിശുദ്ധരായിരിക്കണം, കോളേജിലായിരിക്കുമ്പോൾ വിശുദ്ധരായിരിക്കണം, ജോലിക്ക് പോകുമ്പോൾ വിശുദ്ധരായിരിക്കണം, യാത്ര ചെയ്യുമ്പോഴും വിശുദ്ധരായിരിക്കണം, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വിശുദ്ധരായിരിക്കണം. എല്ലാ മേഖലകളിലും നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് പത്രോസ് ലീഹ നമ്മളോട് പറയുകയാണ്. ഇനി നോക്കുക, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഏത് വാഗ്ദത്തങ്ങൾ? നിത്യതയെ കുറിച്ചുള്ള വലിയ വാഗ്ദത്തം. ലോകത്തിലെ ഏറ്റവും വലിയ വാഗ്ദത്തം ഈ ഭൗതികമായ നന്മയല്ല വാഗ്ദത്തം. ഇതൊക്കെ ഇവിടെ തീരും, വീടും കാറും ജോലിയും ഇതൊക്കെ ഇവിടെ തീരും. എന്നാൽ യഥാർത്ഥമായ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ വലിയ വാഗ്ദത്തം. സ്തോത്രം. ആ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജഡത്തിന്റെയും ആത്മാവിലെയും
സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. അവിടെയും പറയുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, പത്രോസ്ലീഹ പറഞ്ഞു, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരായി നടക്കണം. ഇവിടെ കൊരിന്ത്യർ സഭയ്ക്ക് പൗലൂസ് ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ വാക്തത്വം അല്ലെങ്കിൽ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിന്റെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി കേട്ടോ. അപ്പോൾ ആത്മാവിലും ജഡത്തിലും കന്മഷങ്ങൾ വരും. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, ജഡത്തിൽ അനേക പാപങ്ങൾ വരും. അതിനെന്ത് ചെയ്യണം? അനുദിനം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി കേട്ടോ. ഞാൻ എന്നെ തന്നെ വെടിപ്പാക്കണം, ഞാൻ മറ്റുള്ളവരെ അല്ല വെടിപ്പാക്കണം, ഞാൻ എന്നെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെ തികയ്ക്കണം. ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നോക്കണം, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധീകരണമുള്ളവരായിരിക്കണം, വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ ഈ റെഫറൻസുകൾ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയുടെ പ്രാധാന്യം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ പുറമേ കുറെ വിശുദ്ധി നടിക്കുന്നവരാണ്. ഈ 2 മണിക്കൂറത്തെ വിശുദ്ധി അല്ല ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ നടപ്പിലും. പിന്നീട് പറഞ്ഞു ജഡത്തിന്റെ ആത്മാവിനെയും കന്മഷങ്ങളെ മാറ്റി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം, വിശുദ്ധിയെ തികയ്ക്കണം. എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് വിശുദ്ധി വന്ന് കയറുന്നതല്ല, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ചെന്ന് ഇരുന്ന ഉടൻ വരുന്ന കയറുന്നതല്ല വിശുദ്ധി. അനുദിനം ഓരോ നിമിഷവും നമ്മുടെ ഓരോ വിഷയങ്ങളുടെ നടുവിൽ വിശുദ്ധിയെ തികച്ച് കയറുവാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇനി നോക്കുക, ഇനി മനുഷ്യന്റെ ജീവിതത്തിനകത്ത് 2 തരം വിശുദ്ധിയാണ്. ഇന്ന് എല്ലാവരും പുറമേയുള്ള വിശുദ്ധി എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? പുറമെ ഭയങ്കര വിശുദ്ധിയാണ്. ഒരു ദൈവദാസൻ 2 മണിക്കൂർ ശുശ്രൂഷിക്കുമ്പോൾ ഭയങ്കര വിശുദ്ധിയാണ്. പ്രസംഗിക്കുന്ന സമയത്ത് ഇതുപോലൊരു വിശുദ്ധ ലോകത്ത് ഉണ്ടോ എന്ന് ഇപ്പോഴും വന്നാൽ യേശു എടുത്തുകൊണ്ട് പോകും നമുക്ക് തോന്നും. അവിടെ വാക്കുകൾ, അവിടെ വാക്ചാതുര്യത്തോടുള്ള സംസാരങ്ങൾ, അവിടെ പ്രാർത്ഥനയുടെ ശൈലികൾ, അവിടെ വചനത്തിന്റെ വെളിപ്പാടുകൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു വിശ്വാസിയാകട്ടെ, പാസ്റ്റർ ആകട്ടെ, ആരും ആകട്ടെ, താണ്ട് എനിക്ക് അവരെ പോലെ ഒന്നായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോകും. ഏത് കണ്ടിട്ടാ? പുറമേയുള്ള വിശുദ്ധി കണ്ടിട്ടാ. എന്നാൽ പഴയ നിയമത്തിൽ പുറമേയുള്ള വിശുദ്ധിക്ക് ഭയങ്കര പ്രാധാന്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമത്തിൽ പുറമേയുള്ള വിശുദ്ധിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം നടക്കേണ്ടത് അകത്തെ വിശുദ്ധി ശരിയാകണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം, ചില വാക്കുകൾ ഞാൻ വായിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമങ്ങളും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം അല്ലേ വൃത്തിയാക്കേണ്ടത്. കണ്ടോ, യേശു പറഞ്ഞൊരു വാക്കാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാർ, പരീശന്മാർ വചനത്തെ, ന്യായപ്രമാണത്തെ നന്നായിട്ടറിയാവുന്നവർ, അവർ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുക. ആ കിണ്ടിക്കിണ്ണത്തിന്റെ പുറം നോക്കുമ്പോൾ എന്തൊരു ഗ്ലാമറാണ്, എന്തൊരു തിളക്കമാണ്. പക്ഷേ അകത്ത് ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ അല്ലേ പ്രിയമുള്ള നമ്മുടെയൊക്കെ വിശുദ്ധി? പുറമേ കണ്ടാൽ അന്യഭാഷ, പുറമേ കണ്ടാൽ ഭയങ്കര പ്രവചനം, മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ വന്ന എന്തൊരു വിധമാകുന്ന മറ്റുള്ളവരെ പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ആ സന്ദേശങ്ങൾ. പക്ഷേ അകത്തെന്ത് കിടക്കുന്നു? ഭയങ്കരമായ ക്ലാവ് പിടിച്ച് കിടക്കുക. അകത്തൊന്നും നോക്കാൻ വയ്യ, അത്രമാത്രം ക്ലാവ് പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിയുകയാണ്. സ്തോത്രം.
പ്രിയമുള്ളവരെ, അടുത്ത് 2 വാക്യം കൂടി ഞാൻ വായിച്ചോട്ടെ. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 20. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധമാകുന്ന അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെയാണോ? പുറമെ ഭയങ്കരമായ ആത്മീയ ഉണർവ, വെള്ളയൊക്കെ ഇട്ട് ഭയങ്കരമായ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പറയും നമ്മൾ വിശുദ്ധരെന്ന്. മറ്റുള്ളവർ നമ്മെ ഭയങ്കരമായി ബഹുമാനിക്കുന്നു, ഭയങ്കര വിശുദ്ധന്മാരാണ്. പക്ഷേ ഇവിടെ പറയുന്നു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാകും. പുറമേ നോക്കുമ്പോൾ വെള്ള തേച്ച ശവക്കല്ലറകളാകൊണ്ട് ഭയങ്കരമായ ഗ്ലാമറാണ്, ഭയങ്കരമായ ഭംഗിയാണ്. പക്ഷെ അകത്തെന്ത് കിടക്കുന്നു? മരിച്ചവരുടെ അസ്ഥിയ, ദുർഗന്ധമാ. ഹല്ലേലൂയ. ഇങ്ങനെയാണല്ലേ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കും. പുറത്ത് സ്തോത്രമൊക്കെ ഉണ്ട് കേട്ടോ, പുറത്ത് അന്യഭാഷയൊക്കെ ഉണ്ട്, പുറത്ത് അതിനൊന്നും ഒരു കുറവില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അകം ഒന്ന് വിശുദ്ധമാകണം. വെള്ളത്തേച്ച ശവക്കല്ലറകളായി നാം തീരരുത്. അതുകൊണ്ട് പുറമെ വിശുദ്ധി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആദ്യം നടക്കേണ്ടത് അകത്തെ ക്ലാവ് മാറ്റണം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഈ അകത്തെ ക്ലാവ് മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ഉള്ളതാ പറയുന്നത്. പൗലോസ് അതാണ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. യെശയ്യാവ് പറഞ്ഞു 6-5 അധ്യായം വരെയും അവൻ ഭയങ്കര പ്രവാചകനായി പ്രവചിച്ചുകൊണ്ട്, അയ്യോ നിനക്ക് കഷ്ടം, അവന് കഷ്ടം, മദ്യപാനികൾ നിനക്ക് കഷ്ടം. പക്ഷേ 6-ാം അധ്യായത്തിൽ ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനത്തെ കണ്ടപ്പോൾ അയ്യോ എനിക്ക് കഷ്ടം. കാരണം എന്താണ്? അപ്പോഴാ പുള്ളിയിലേക്ക് നോക്കാനിടെ, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാൻ തുടങ്ങി. നമ്മൾ എപ്പോഴെങ്കിലും നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങൾ വെളിപ്പെടുന്നു. അല്ലാത്ത കാലം ഒരിക്കൽ പോലും നമ്മൾ പുറമേയുള്ള വിശുദ്ധന്മാരാണ്. കപടഭക്തിക്കാരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ 23-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ കപടഭക്തിക്കാരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അവർ കടലും കരയും താണ്ടി ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ അവരെവിടെ കൊണ്ടുവന്നു? നിത്യ നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. വലിയ വലിയ കൺവെൻഷനും ക്രൂസൈഡും ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അവരെ എവിടെ കൊണ്ടുപോകുന്നത്? നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. സ്തോത്രം. കാരണം എന്തെന്നറിയണ്ടേ? നമ്മുടെ അകത്ത് ക്ലാവ് കിടക്കുന്നു, അകത്ത് അശുദ്ധി കിടക്കുകയാണ്. ഈ അകത്ത് അശുദ്ധി കിടക്കുന്ന കാലം പുറമെയുള്ള ഭക്തിയും പുറമെയുള്ള അഭിനയമായി മാത്രം മാറ്റപ്പെടുകയാണ്. ഏതേൻ തോട്ടത്തിൽ നോക്കിടും ആദാവും ഹവ്വയും അവരുടെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അവർ ഒരു അത്തിയല ഉണ്ടാക്കി അവർ മെനയുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ വരാൻ വേണ്ടി അവർ ഒരു പുതിയ പദ്ധതി ഒരുക്കുകയാണ്. ഇതുപോലെ അല്ലേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളും? അകത്ത് നിറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ പുറത്ത് വിശുദ്ധിയുടെ വസ്ത്രമായി അഭിനയിച്ചുകൊണ്ട് അന്യഭാഷയും കയ്യടിയും ബഹളവും കുറെ ദൂതുകളും കുറെ വചനങ്ങളും ഭയങ്കരമായ ആർഭാടങ്ങളും നമ്മളെല്ലാവരുടെ മുമ്പിൽ വിശുദ്ധരും നമ്മൾ നടിക്കുകയല്ലേ? നമ്മളൊരു പാപിയാണെന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? നോക്കണം, ആ ധൂർത്തപുത്രൻ അവനിലേക്ക് നോക്കിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഞാൻ നഗ്നനാണ്, എനിക്ക് ചെരുപ്പില്ല, എനിക്ക് മോതിരമില്ല, എന്റെ ശരീരം അശുദ്ധമാണ്. അവൻ അവിടെ നിന്നൊരു തീരുമാനമെടുത്തു, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. കണ്ടോ, അവനിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ പാപിയെന്ന് അവന് മനസ്സിലായി. നാം എപ്പോൾ നമ്മിലേക്ക് തിരിയുന്നോ
അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എൻ്റെ അകത്ത് പാപം കിടക്കുകയാണ്. ഈ അകത്ത് പാപം കിടക്കുന്നവനാണ് നെടുമ്പാട വീടുന്ന ദാവീദിനെ പോലെ. ദാവീദ് എന്ത് ചെയ്യുന്ന അറിയണ്ടേ? ഒരു വർഷം മട്ടുപ്പാവിൽ മൂണിപ്പാട്ടും പാടി ഭക്തനെന്ന് നടിച്ച് മഹാരാജാവായിട്ട് നിൽക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ വന്ന് തന്റെ പാപം അശുദ്ധിയെ വെളിപ്പെടുത്തിയപ്പോൾ എടുക്കടവാള് വെട്ടടാന്നല്ല പറഞ്ഞത്, കമിഴ്ന്നു വീഴും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വചനം പറയുമ്പോൾ അത് വചനത്തിനകത്ത് ഉണ്ടെങ്കിൽ, ഒന്ന് എന്റെ ഭാഗത്തൊരു കുറവാണെങ്കിൽ ഒന്ന് വീണ് കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ദാവീദിനെ ദൈവം ശിക്ഷിച്ചില്ല, മറിച്ച് കരം പിടിച്ചവനെ എടുത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അകത്തെ പാപം വെച്ചുകൊണ്ട് പുറത്ത് അഭിനയിക്കുക. ദാവീദ് ഒരു വർഷം അഭിനയിച്ചില്ലേ? ഏതേൻ തോട്ടത്തിൽ അത്തിയല ചുറ്റി കുറെ സമയം ആദാവുകയും ആ തോട്ടത്തിൽ നടന്നില്ലേ? സ്തോത്രം. ആ ധൂർത്തപുത്രൻ അപ്പന്റെ മോനാണ്, പക്ഷെ കുറെ ദിവസം അവനും അഭിനയിച്ച് നടന്നില്ലേ? പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മളൊരു കപടഭക്തിക്കാരായി തീരരുത്, കപടവിശുദ്ധന്മാരായി തീരരുത്. യഥാർത്ഥമായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നമ്മിലേക്ക് തന്നെ നോക്കണം. എന്നിലുള്ള അശുദ്ധി എന്താണെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. ഇനി നോക്കുക, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇരമ്യാവ് 17:9 അവിടെ വായിക്കുന്നു, ഹൃദയം എല്ലാറ്റേക്കാൾ കപടവും വിഷവുമുള്ളത്, അത് ആരായുന്നവൻ മനുഷ്യൻ ആർ? യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികൾക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. കണ്ടോ? നാം നമ്മിലേക്ക് നോക്കണം, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അശുദ്ധിയെ നമുക്കവിടെ കാണാൻ കഴിയും. പുറമേയുള്ള വിശുദ്ധി മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ നല്ലത് ഇവിടെ വായിച്ചതുപോലെ നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. പക്ഷേ ദൈവം പറയുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ, നമ്മുടെ അകത്തെ പാപം അല്ലെങ്കിൽ അകത്തെ വിശുദ്ധി ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നിങ്ങൾ വായിക്കണം. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. കാരണം പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇത് ഹൃദയത്തിനകത്തിരിക്കുന്ന സാധനമാണ്. ഇവിടെയാണ് വിശുദ്ധീകരണം നടക്കേണ്ടത്. നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ആദ്യം നടക്കേണ്ട ശുദ്ധീകരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചില വീടുകളെ കണ്ടിട്ടുണ്ടോ? വീടുകളുടെ ഫ്രണ്ട് ആദ്യം നന്നായിട്ട് പൂശി അതിന് നല്ല പെയിന്റ് അടിച്ച് മനോഹരമായിരിക്കും. അകത്ത് ഒരു പണിയും ചെയ്തിട്ടില്ല, അകത്ത് തറയിട്ടിട്ടില്ല, അകത്ത് പൂശിയിട്ടില്ല. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പുറത്തുകൂടെ പോകുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീട് നല്ലൊരു വീടാണെന്ന്. പക്ഷെ അകത്ത് കയറുമ്പോഴാണ് ആ വീട്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ കിച്ചൺ പോലും ശരിയാക്കിയിട്ടില്ല, ഒരു ബെഡ്റൂം പോലും പൂശിയിട്ടില്ല, ഒരു തറ പോലും ഇട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് ഇന്നത്തെ അനേക ദൈവമക്കളുടെ അവസ്ഥകൾ. പുറമേ നോക്കുമ്പോൾ ഞാൻ ഇന്ന ചർച്ചിലെ മെമ്പറാണ്, ഞാൻ ഇന്ന ചർച്ചിൽ മണിക്കൂറോളം ആരാധിക്കുന്നു, ഞാൻ ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രയർ നടത്തുന്നുണ്ട്, ഞാൻ ഇത്രയും മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന കൃപാവരങ്ങളുണ്ട്, ഞാൻ ഭയങ്കര ഭക്തനാണ് എന്നൊക്കെ പറയുമ്പോഴും ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളുടെ അകത്ത്, അകത്ത് പാപം നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ വചനം പറയുന്നു അകത്തെ വിശുദ്ധി ഇന്ന് പകൽക്കാലം നമ്മിലേക്ക് നടക്കട്ടെ. യേശു ജനത്തോട് സംസാരിച്ചൊരു ഭാഗമാണ്. അകത്ത് നിന്ന്, അകമെന്ന് പറയും ഹൃദയത്തിനകത്ത് നിന്ന് തന്നെ, മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ, കേട്ടോ അവിടെ പറയാം, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത. എവിടെ നിന്നാ വന്നെ? കൈയടിച്ച് ആരാധിക്കുന്ന അന്യഭാഷ പറയുന്ന വിശുദ്ധന്റെ ഉള്ളിൽ നിന്നും ദുർചിന്ത ഉണ്ടോ?
അടുത്ത്, വ്യഭിചാരം ഉണ്ടോ? ഉണ്ടോ? മത്തായി 5 പറയുന്നു, സ്ത്രീയെ നോക്കേണ്ടതിന് കാമശുദ്ധി കൊണ്ട് നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ചെയ്യുമെന്നല്ല, ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഉണ്ടോ? ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകൻ, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. എവിടെന്നാ വരുന്നത്? ഹൃദയത്തിനകത്ത്. പുറത്തുണ്ടോ? പുറത്ത് വിശുദ്ധര, അകത്ത് നോക്കണം, അശുദ്ധിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, യേശു വന്നാൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പോകും. നമ്മൾ എന്തിനാ വിളിച്ചത്? അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരിക്കലും പുറമേ മാത്രം വിശുദ്ധീകരണം പ്രാപിക്കാനല്ല ദൈവം നമ്മളോട് പറയുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ എൻ്റെ സ്വഭാവം വിശുദ്ധിയാണ്, എൻ്റെ ഓരോ നടപ്പും വിശുദ്ധിയാണ്, എൻ്റെ ഓരോ പ്രവർത്തനവും വിശുദ്ധിയാണ്, എൻ്റെ ജീവിതമേ വിശുദ്ധിയാണ്. അതാണ് യഹോവ പറയുന്നത്. അതുപോലെ വിളിച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ ദൈവം വിളിച്ച ഓരോ വ്യക്തികളും അവിടെ നടപ്പിൽ, അവിടെ പ്രവൃത്തിയിൽ, അവിടെ ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും അവർ എന്തായിത്തീരണം? വിശുദ്ധരായിരിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ആത്മാവിന്റെ ജഡത്തിന്റെ കന്മഷങ്ങൾ മാറ്റി അനുദിനം ദൈവഭയത്തിൽ വിശുദ്ധിയെ കാത്തികയ്ക്കുവാൻ വചനം നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നോക്കുക, ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 19-21 നമ്മൾക്ക് സുപരിചിതമായ ഒരു വാക്കാണ്. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ എന്നിവ വെളിപ്പെടും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. നമ്മൾ എന്തിനു വേണ്ടിയാ വിശുദ്ധീകരണം പ്രാപിക്കുന്നത്? നിത്യതയിൽ പോകാൻ വേണ്ടിയാ, യേശുവിന്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഈ സാധനങ്ങൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വിശുദ്ധരാകും? കൊരിന്ത്യർ ലേഖനത്തിൽ ജഡത്തിന്റെ ആത്മാവിന്റെ കന്മഷങ്ങളെ മാറ്റി, അത് അകവും പുറവും എന്ത് ചെയ്യണം? നമ്മുടെ കന്മഷങ്ങൾ മാറ്റി വിശുദ്ധിയെ തെളിച്ചുകൊള്ളണം. നമ്മളിപ്പോൾ പുറമേ വാക്കുകൾ കൊണ്ടാണ് വിശുദ്ധരാകുന്നത്. നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം വിശുദ്ധമല്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞ വാക്കുകളും ഗലാത്യ ലേഖനത്തിൽ പൗലൂസ് കൊടുത്ത വാക്കും രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എത്ര 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 കുറവുകൾ നമ്മുടെ അകത്തുണ്ട്, ഹൃദയത്തിനകത്തുണ്ട്. ഇതും വെച്ചിട്ടല്ലേ നമ്മൾ പാടുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും. ആ പാട്ടൊക്കെ പാടുമ്പോൾ അവിടെ ഇപ്പോഴും യേശു വന്ന എന്നെ കൊണ്ടുപോകുന്ന നമ്മൾ ചിന്തിക്കുന്നു. ഇല്ല പ്രിയമുള്ളവരെ, ഇവിടെ ഗലാത്യ ലേഖനം വ്യക്തമായി പറയുന്നു. ഞാൻ പറയുന്നത് എന്റെ വാക്കുകളല്ല, ഗലാത്യ ലേഖനത്തിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ നോക്കണം, ഒരു സഭയിലിരിക്കുന്നവർ പകയും പിണക്കമില്ലേ? ഒരു സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർ തമ്മിൽ മിണ്ടത്തില്ല. ഇതായിട്ട് പ്രസംഗിക്കാൻ വന്ന് നിൽക്കുന്ന ഉപദേശി, പാവപ്പെട്ട ദൈവദാസന്മാർ പ്രസംഗിക്കുക, ഒരു സ്വോത്രം പോലും കൊടുക്കില്ല. ഇവർ എങ്ങനെ അകത്തെ വിശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റും? ഞാൻ ആരെയും വിമർശിക്കുകയല്ല. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും എൻ്റെ അകത്തുണ്ടോ? അകത്തുണ്ടെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. നിങ്ങളിത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാരണം യേശു വന്ന എല്ലാം ക്ഷമിക്കും, നമ്മൾ എപ്പോഴും കൊണ്ടുപോകും, നടക്കില്ല. കാരണം വള്ളിയോ പുള്ളിയോ മാറ്റം വരില്ല. ദൈവവചനം എന്ന് പറയുന്നത് ആകാശം മാറും, ഭൂമി മാറും, എന്നെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് വേദപുസ്തകത്തിനകത്ത് ഒരു വാക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം സത്യമാണ്. ഹല്ലേലൂയ. എല്ലാവരെയും അശുദ്ധന്മാരെയെല്ലാം കൊണ്ടുപോയി സ്വർഗം നിറയ്ക്കാനുള്ള ഒന്നല്ല ദൈവത്തിന്റെ പദ്ധതി. വിശുദ്ധന്മാരെ കൊണ്ട് ദൈവം പോകാൻ വേണ്ടിയ യേശു വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മളെ ദൈവം അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധിക്ക് വേണ്ടിയാണ്.
ഹല്ലേലൂയ. അശുദ്ധി എവിടെയെങ്കിലും കണ്ടാൽ അതിനോട് കൈ കൊടുക്കാൻ പോകരുത്. അശുദ്ധന്മാരുടെ കയ്യിൽ അടുക്കൽ ചെന്ന് നമ്മൾ ഇരുന്ന് കൊടുക്കരുത്. നമ്മളെ വിശുദ്ധരാക്കി ഓരോ ദിവസം കേൾക്കുന്ന വചനങ്ങളിൽ വിശുദ്ധിയെ തികച്ച് പോയാൽ നിത്യത നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇനി നോക്കുക, യിരെമ്യാ പ്രവചന്റെ പുസ്തകം 4:14. യെരൂശലേമേ, നീ രക്ഷപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലം പറയുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധിയാണ്, ഒരു കഴുകൽ ആവശ്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ തങ്ക രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും കർത്താവേ എന്റെ കരം കൊണ്ട് അത് വന്നുപോയി, എന്റെ കണ്ണുകൊണ്ട് അതല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത്, ഹൃദയം എല്ലാറ്റിക്കാൾ കാപട്യമുള്ളത് നമ്മൾ വായിക്കുവാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഹൃദയത്തിനകത്ത് യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കണം. ദൈവഹിതമില്ലാത്ത ഈ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, നൊന്നപക്ഷം, ഭിന്നത, അസൂയ, ഇങ്ങനെയുള്ള സകല കാറ്റഗറിയിൽപ്പെട്ട എന്തെങ്കിലും ഉള്ളിനകത്ത് കിടക്കുന്നെങ്കിൽ കർത്താവിനോട് ഇന്ന് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ശുദ്ധി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവചനം 38:10 നിങ്ങൾ നോക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിന്റെ ചില ആലോചനകൾ തോന്നും, നീ ഒരു ദുരുപായം നിരൂപിക്കും. പ്രിയമുള്ളവർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഹൃദയം ശരിയായില്ലെങ്കിൽ, ശുദ്ധീകരണം പ്രാപിക്കില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ചില തോന്നലൊക്കെ വരും. യൂദയുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഹൃദയത്തിനകത്ത് തോന്നിച്ചു എന്നാണ് വചനം പറയുന്നത്. തോന്നിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൻ യേശുവിനെ ഒറ്റക്കൊടുത്തു. അവന്റെ അവസാനം നിത്യമായ നരകമായി തീരുവാനിടയായി, നാശമായി തീരുവാനിടയായി. പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, അകത്തെ വിശുദ്ധി ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. പുറമെ മറ്റുള്ളവർ കാണുകെ നമ്മളൊരു കപടഭക്തിക്കാരെ പോലെ പല ആക്ഷനും പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കി പലതും വിധി പറയും. പക്ഷെ ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിന് മുമ്പിൽ ഹൃദയ വിശുദ്ധിയോടുകൂടെ വരാം. അതുകൊണ്ടാണ് യേശു ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുവാനിടയാകും. ഹല്ലേലൂയ. ആ ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം, പുറമേ ഒരു ശുദ്ധീകരണം ഉള്ളവനെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, എൻ്റെ ഹൃദയത്തിലെ പാപം എൻ്റെ കൂടെ കഴിയുന്ന എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ കൂടെയുള്ള വിശ്വാസികൾക്കോ എൻ്റെ മക്കൾക്കോ ആർക്കും അറിയത്തില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ പാപം കാണുന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് സഹോവയായ ദൈവം, 2 പിശാച്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കറകളെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ കൊണ്ടുപോയി, യോശുവ പുരോഹിതനെ അവനിട്ടിരുന്ന വസ്ത്രത്തിൽ ചെറിയൊരു പാട് കണ്ടിട്ട് ആ ദൈവിക പ്രവൃത്തിയെ തടയിടാൻ സാത്താൻ യോശുവ പുരോഹിതന്റെ കൂടെ കയറി ചെന്ന ചരിത്രം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കും. അതേ എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിനകത്ത് 1 വേണ്ടത് ഉപദേശം, 2 വേർപാട്, 3 വിശുദ്ധി. ഈ 3 കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഭക്തനെ ചേർക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭകളിൽ ഈ 3 കാര്യങ്ങളും ഉറപ്പായി ഉണ്ടായിരിക്കണം. സ്തോത്രം. 1 എന്താണ് ആവശ്യം? ഉപദേശം. 2 വേർപാട്, 3 വിശുദ്ധി. ഈ 3 കാര്യം ദൈവസഭകളിൽ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്ത ഒത്തിരി സഭകളുണ്ട്, ഒത്തിരി ദൈവദാസന്മാരുണ്ട്. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസികളെ ഒരുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ദൈവം ഈ മാർഗത്തിൽ വിളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ദൈവം അങ്ങനെ ഒരു വിളിയാണ് എന്ന് നിങ്ങൾക്ക് ദൈവാത്മാവിൽ നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഈ 3 കാര്യം സഭയിൽ പഠിപ്പിക്കണം. 1 ഉപദേശം പഠിപ്പിക്കണം, മസ്റ്റായിട്ട്. 2 വേർപാടെന്നത് പഠിപ്പിച്ചിരിക്കണം. 3 വിശുദ്ധി എന്തെന്ന് പഠിപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. പുറമെ കുറെ വസ്ത്രങ്ങൾ വെള്ളയും ഇടുന്നത് മാത്രമല്ല വിശുദ്ധി. കുറെ ആഭരണങ്ങൾ മാറ്റുന്നതല്ല വിശുദ്ധി. അത് മാത്രമല്ല വിശുദ്ധി. ഹല്ലേലൂയ. ക്ലീൻ ഷേവ് ചെയ്യുന്നത് മാത്രമല്ല വിശുദ്ധി. കുറെ ദശാംശങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല വിശുദ്ധി. പിന്നെ പള്ളിയിൽ വരുമ്പോൾ ഭയങ്കര ഭക്തി കാണിക്കുന്നു, ഇതൊന്നും അല്ല വിശുദ്ധി. ഇതൊക്കെ ഒരു സൈഡാ. അത് പുറമെയുള്ള വിശുദ്ധി. ഇതിനേക്കാൾ ഏറ്റവും വലുത് നമ്മുടെ അകത്ത് കിടക്കുന്ന അസൂയ, സ്നേഹമില്ലായ്മകൾ, അഹങ്കാരങ്ങൾ, മൂഢതകൾ. നോക്കണം, അഹങ്കാരങ്ങൾ ചിലത് കാണാം. പാവപ്പെട്ട വിശ്വാസികളെ കണ്ട തിരിഞ്ഞു നോക്കാത്ത ഉപദേശിമാരുണ്ട്.
പാവപ്പെട്ട ഉപദേശിമാരെ തിരിഞ്ഞു നോക്കാത്ത വലിയ ഉന്തിയ ദൈവദാസന്മാരുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെ വലിയ സ്ഥാനം കൊടുത്ത് ഇങ്ങനെ ഇരുത്തിരിക്കുന്ന ആരെന്ന് എനിക്കറിയില്ല. കർത്താവ് പറയുന്നു നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ മക്കളെന്നാണ് പറയുന്നത്, നമ്മുടെ എല്ലാം സഹോദരങ്ങളെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് അഹങ്കാരം കൊണ്ട്, കാരണം ഹൃദയത്തിനകത്തുള്ള അശുദ്ധിയാണ് അതിന് കാരണമായിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നിത്യത നഷ്ടപ്പെടും. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ ഇതുവരെയും ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകും. എൻ്റെ ദൈവദാസന്മാരോട് പറയട്ടെ, നിങ്ങൾ 3 കാര്യം നിങ്ങളുടെ സഭയിൽ പഠിപ്പിച്ചിരിക്കണം. അത് നമുക്കുണ്ടായിരിക്കണം. 1, നമുക്ക് ഉപദേശമുണ്ടാകണം. 2, വേർപാടുണ്ടായിരിക്കണം. 3, വിശുദ്ധി ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ, നമ്മുടെ സഭയിലില്ലെങ്കിൽ സഭയുടെ അവസ്ഥകൾ വളരെ ദയനീയമാണ്. കാരണം ഇന്ന് കാലം ഓടുന്നത് പോലെ നമ്മുടെ ആത്മീയ ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ, നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ, ധനാഢ്യന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ ഉപദേശങ്ങളെല്ലാം അയവ് വരുത്തി വേർപാടിന്റെ ചുമരെല്ലാം ഇടിച്ചു കളഞ്ഞു. വിശുദ്ധി എന്ന് പറയുന്നത് പേരിന് മാത്രമായി. ഇല്ല പ്രിയമുള്ളവരെ, വിശുദ്ധനെ ചേർക്കാൻ യേശു വരും. ഞങ്ങൾ ഇന്ന് ഈ സന്ദേശം പകരുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, വിശുദ്ധനെ ചേർക്കാൻ മാത്രമാണ് യേശു വരുന്നത്. വിശുദ്ധനെ ചേർക്കാൻ മാത്രമാണ് യേശു വരുന്നത്. സ്നാനപ്പെട്ടവനെ ചേർക്കാനല്ല, പ്രസംഗികന്മാരെ ചേർക്കാനല്ല, ഉപദേശിമാരെ ചേർക്കാനല്ല, പ്രവാചകന്മാരെ ചേർക്കാനല്ല. പിന്നെ വിശുദ്ധനെ ചേർക്കാൻ യേശു വരും. ഉറപ്പാണ്. ഈ ലോകത്ത് ഉള്ള സകല പ്രവചനങ്ങളും ചിലപ്പോൾ മാറിയെന്ന് വരാം. എന്നാൽ ഈ പ്രവചനം ഒരിക്കലും മാറാത്ത ദൈവവചനത്തിന്റെ പ്രവചനമാണ്. ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ, തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ യേശു നാന്റെ വേഗം വരാൻ പോവുകയാണ്. അതുവരെയും ജീവിതത്തിനകത്ത് പുറമേയുള്ള വിശുദ്ധി മാത്രം കാത്തു സൂക്ഷിച്ച് ഹൃദയത്തിനകത്ത് യേശു പറഞ്ഞതും ഗലാത്യ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞതുമായ അനേക പാപങ്ങൾ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന ദൈവദാസിമാർ ഇതിനകത്തുണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ, ഒരു പുതിയ പ്രതിഷ്ഠയോടുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ പാപങ്ങൾ ഞാൻ ഒത്തിരി നാൾ കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ പാപം മാറിയാൽ യോസേഫിനെ പോലെ നിങ്ങൾക്ക് എവിടെയും ഏത് പാപം നിങ്ങളെ തൊടാൻ വന്നാലും നിങ്ങൾക്ക് ഓടാനുള്ള ദൈവിക വിശുദ്ധിയിലുള്ള ദൈവിക അധികാരം വെളിപ്പെടുവാനിടയാകും. ഒരു കുടുംബത്തിൽ ഒരു ചേട്ടനും ഒരു അനുജന്റെ ജീവിതത്തിൽ ഒരുപോലെ അവസരം ലഭിച്ചു. അരൂപേന് അവന്റെ അപ്പന്റെ ദാസിയുമായുള്ള ബന്ധം ഒരുപോലെ, യോസേഫിനും ഇവനും വ്യഭിചാരം ഒരുപോലെ അവസരമാണ് കിട്ടിയത്. ഹല്ലേലൂയ. പക്ഷേ രൂപേന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്തെന്ന് വേണ്ടി അവൻ പാപത്തിൽ വീണു പോകാനിടയായി. എന്നാൽ യോസേഫ് ആകട്ടെ, അവൻ വിശുദ്ധി കാത്തു സൂക്ഷിച്ചത് കൊണ്ട് ഹല്ലേലൂയ, ആ സമയം അല്പം വേദനാജനകമായപ്പോഴും പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല. അവൻ വസ്ത്രം വിട്ടുകൊടുത്തിട്ട് അവൻ ഓടേണ്ടി വന്നു. പക്ഷേ അവന്റെ പിന്നത്തേതിൽ കർത്താവ് മാനിച്ചു. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ചിലത് നഷ്ടപ്പെടാം, ചിലർ നിങ്ങൾ അവഗണിച്ചെന്ന് വരാം, ചില സ്ഥാനമാനങ്ങൾ നിങ്ങൾ പുറത്ത് തള്ളിയെന്ന് വരാം, നിങ്ങളെ മാനിക്കേണ്ടവർ മാനിച്ചില്ലെന്ന് വരാം, ചില സാമ്പത്തിക നഷ്ടങ്ങൾ വരാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ തലമുറകളെ ഉയർത്തും, ദൈവം നിങ്ങളെ സഭകളെ ഉയർത്തും. വിശുദ്ധിയിൽ നിൽക്കുക, വേർപാടിൽ നിൽക്കുക, ഉപദേശത്തിൽ നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കുക, ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. ഹല്ലേലൂയ. ശിംശോന്റെ ജീവിതത്തിൽ നോക്കുക, ഭയങ്കര ശക്തിയുള്ള മനുഷ്യനാണ്. പക്ഷേ പുറമേ അവൻ ശക്തനായിരുന്നു, പക്ഷേ അവന്റെ അകത്തെ വിശുദ്ധിയിൽ ശക്തി കുറഞ്ഞുപോയി. എന്താണ് സംഭവിച്ചത്? ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അവന്റെ വിലപ്പെട്ട വിശുദ്ധിയെ അടിയറവയ്ക്കുവാനിടയായി. എന്നെ കേൾക്കുന്നവരെ, വലിയ ശുശ്രൂഷകരായിരിക്കാം, വലിയ കൃപാവരങ്ങൾ ഉള്ളവരായിരിക്കാം, പക്ഷേ അകത്തെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ നിങ്ങളും ചില രഹസ്യ ജീവിതത്തിൽ തകർന്നു പോകേണ്ടി വരും. ആകയാൽ നമുക്ക് ഒരുങ്ങണം. നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. എത്രത്തോളം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് എത്രത്തോളം ദൈവത്തോട് നമുക്ക് അടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അടുത്ത് വരാം. കർത്താവിന്റെ സ്നേഹത്തിൽ അടുത്ത് വരാം. നമ്മുടെ മണവാളനായ ക്രിസ്തു വേഗത്തിൽ വരാൻ പോവുകയാണ്. നമുക്ക് ഒരുങ്ങണം. വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത്. ഇന്ന സഭയെ ചേർക്കാനല്ല, ഇന്ന വ്യക്തിയെ ചേർക്കാനല്ല, ഇന്ന ഉപദേശിമാരെ ചേർക്കാനല്ല, ഇന്ന കൃപാവരങ്ങളുള്ളവരെ ചേർക്കാനല്ല യേശു വരുന്നത്. ഈ കൃപാവരങ്ങളെല്ലാം തരുന്നത് അതിന്റെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളെ അത് മുഖേന വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം.
ഒരു പ്രാസംഗികന്റെ ഏറ്റവും വലിയ ജോലി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയെ രോഗശാന്തി അവിടെ നടക്കും, പക്ഷെ അത് മുഖേന അവനെ വിശുദ്ധിയിലേക്കുണ്ട്. കാരണം ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ വിശുദ്ധി എന്ന വിഷയം ഞാനിവിടെ കുത്തിടുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് പാപം പെരുകി രഹസ്യ ജീവിതത്തിൽ പാപത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കുക. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ഹൃദയത്തെ ഒന്ന് കഴുകുക, രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ കഴുകുക. ആ പാപ് മാറ്റം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആ കിണ്ടിക്കിണ്ണങ്ങളുടെ അതിനകത്തേക്ക് നമ്മുടെ കൈ പോകത്തില്ല. ഹല്ലേലൂയ. അതിന് ഒരു ഉപകരണം വേണം. അതിന് മാറ്റുവാൻ അതിന് ബ്രഷ് ആവശ്യമുണ്ട്. അതിൻ്റെ വളഞ്ഞു പോകുന്ന ഒന്ന് ആവശ്യമുണ്ട്. എൻ്റെ കൈയോ എൻ്റെ ബുദ്ധിയോ അവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അകത്തെ പാപം മാറ്റുവാൻ എന്നെ കൊണ്ട് പറ്റും. ചിലപ്പോൾ പുറമെ എനിക്ക് വിശുദ്ധനാക്കിയ നടക്കാം, പക്ഷെ എൻ്റെ അകത്തുള്ള പാപം, എൻ്റെ ക്ലാവ് മാറണമെങ്കിൽ, എൻ്റെ ആ കിണ്ടിക്കിണ്ണങ്ങളുടെ അകം വൃത്തിയാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അതിന് നമ്മൾ എന്താണ് പറയേണ്ടത്? കർത്താവെ, എന്നെ കൊണ്ട് പറ്റണില്ല. റോമാലേഖനത്തിൽ പറയുന്നു, ഒരു ജഡവും തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ല. ദൈവസന്നിധിയിൽ എൻ്റെ ഉപവാസം കൊണ്ട് അത് മാറുകയില്ല. എൻ്റെ മറ്റുള്ള ശുശ്രൂഷകൾ കൊണ്ട് അകത്തുള്ള ക്ലാവ് മാറത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയണം, എന്നെ കൊണ്ട് പറ്റണില്ലപ്പാ, ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ യേശുക്രിസ്തു തന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാവം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് പകൽക്കാലം ഹൃദയങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു ദൈവസഭയുടെ 3 പ്രധാനപ്പെട്ട ഉപദേശത്തിന്റെ ശക്തിയാണ്. ഒന്ന് ഉപദേശം, 2 വേർപാട്, 3 വിശുദ്ധി. ഈ വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണില്ലപ്പ. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പലപ്പോഴും പുറമേ വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് നാട്ടുകാരും സഭക്കാരും കൂടെയുള്ളവരും ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മൾ വിശുദ്ധരാണെന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ പാപം, രഹസ്യ ജീവിതത്തിലെ പാപം നമ്മുടെ ഹൃദയത്തെ അശുദ്ധിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആരും അറിയുന്നില്ല, നമ്മൾ പോലും അറിയാതെ, ഞാൻ എന്നിലേക്ക് നോക്കാതെ, കർത്താവെ, ഞാൻ എൻ്റെ പുറമേ മാത്രം നോക്കി ഞാൻ വിശുദ്ധൻ എന്ന് പറഞ്ഞ് നടിച്ചു പോകുന്നു. അപ്പച്ച, എന്നോട് ക്ഷമിക്കണം കർത്താവേ. പപ്പ, ഇന്ന് ഈ സന്ദേശം കേട്ടവരുടെ ജീവിതത്തിനകത്ത് ഹൃദയ ശുദ്ധീകരണം നടക്കട്ടപ്പ. ഞങ്ങളുടെ പാപങ്ങൾ, അകത്തെ ജീവിതത്തിലെ വിശുദ്ധീകരണം ഇന്ന് പകൽക്കാലം നടക്കട്ടെ കർത്താവേ. യേശു പറഞ്ഞ മർക്കോസ് വിശേഷം 7 അധ്യായവും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അതിനകത്ത് കിടക്കുന്ന ചില പാപങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരെ യേശുവിന്റെ രക്തത്താൽ അവരെ ശുദ്ധീകരിക്കണം കർത്താവേ. അങ്ങയുടെ രക്തത്താൽ അവരെ വിടുവിക്കണമേ. ഒരു വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മൂടിയാട്ടെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധിയാവാൻ കൂടാതെ ആരും ദൈവത്തെ കാണില്ല. അതെ, നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാം. എത്രത്തോളം ആത്മാവിന്റെ ജഡത്തിന്റെ കന്മഷങ്ങളെ കഴുകാമോ അത്രത്തോളം അനുദിനം വിശുദ്ധിയോടെ ജീവിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വരാം. മണവാളനായ ക്രിസ്തു നാളെ വേഗം വരുന്നു. ഒരുപക്ഷെ അടുത്ത വീഡിയോയ്ക്ക് മുമ്പ് യേശു വന്നാൽ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മടിക്കരുത്. നമുക്ക് ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.